അതേ ദിവസങ്ങളിലും അതേ മാസത്തിലും അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുവാനുള്ള സൽക്കർമ്മങ്ങളും പുണ്യങ്ങളും അള്ളാഹുവും പ്രവാചകനും നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ദുൽഹിജ്ജ മാസത്തിന് സാധാരണ മാസത്തിനേക്കാൾ ശ്രേഷ്ഠതയും അതിൽ അമലുകൾക്ക് മറ്റുള്ള അമലുകളെക്കാളും പുണ്യവുമുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിക്കാനുള്ള കാരണം. നാട്ടിൽ നിൽക്കുന്ന നമ്മൾക്കും ഇതേ സമയത്ത് അള്ളാഹുവിന്റെ പക്കൽ കൂടുതൽ അനുഗ്രഹീതരാകുവാനുള്ള സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ അള്ളാഹു നമ്മൾക്ക് അവസരങ്ങൾ നൽകുകയാണ്. അതുകൊണ്ടാണ് അറഫയിലെ നോമ്പ് നമ്മൾക്ക് ഏറ്റവും പ്രബലമായി പുണ്യകർമ്മമായി നിശ്ചയിച്ചു തന്നത്. അതിന്റെ കൂട്ടത്തിൽ എല്ലാ വർഷവും നമ്മൾ പറയാറുള്ളത് പോലെ ബലികർമ്മവും ഉദ്ഹിയ്യത്തും നമ്മൾക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചു തന്ന പുണ്യകർമ്മമാണ്. എന്താണ് സത്യത്തിൽ ഉദ്ഹിയ്യത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാ യുദ്ബഹു മിൻ ബഹീമത്തിൽ അൻആം, അള്ളാഹു നിശ്ചയിച്ച ഏതെങ്കിലും ഒരു ആടുമാടുകളെ, ഒന്നുകിൽ ആടാകാം, അല്ലെങ്കിൽ നമ്മൾ മാടുകൾ എന്ന് പറയുന്നത് പോലെ പശു, സാധാരണ കാളകൾ പോലെയുള്ള നമ്മൾ അറുക്കാറുള്ള സാധാരണ മാടുകൾ, ഒട്ടകങ്ങൾ പോലെയുള്ള അതുപോലെയുള്ള ഇനങ്ങൾ, ഇവയെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുകയാണ്. അയ്യാമ ഈദുൽ അദ്ഹ, ബലിപെരുന്നാളിന്റെ അന്നും അയ്യാമു തശ്രീഖ്, ബാക്കിയുള്ള 3 ദിവസങ്ങൾ, 4 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ബിസബബിൽ ഈദ്, ആഘോഷത്തിന്റെ ഭാഗമായി തഖർറുബൻ ഇലല്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് പുണ്യം ലഭിക്കാൻ, പടച്ചവനിൽ നിന്നുള്ള സാമീപ്യം ലഭിക്കാൻ, സ്വർഗത്തിന് അവകാശികളാകാൻ അള്ളാഹു നമ്മൾക്ക് നിശ്ചയിച്ചു തന്ന ആരാധനാ കർമ്മമായിട്ടാണ് ഉദ്ഹിയ്യത്തിനെ അള്ളാഹു നമ്മൾക്ക് പരിചയപ്പെടുത്തിയത്. സഹോദരങ്ങളെ, നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് ഹാജിമാർ ഹജ്ജ് നിർവഹിക്കുന്ന അവിടെ വെച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നമ്മളും അവരും ചെയ്യുന്ന പ്രവർത്തനം ഉദ്ഹിയ്യത്താണ്. ഇത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഇത് നമ്മൾക്ക് അള്ളാഹു നിശ്ചയിച്ചൊരു പുണ്യകർമ്മമാണ് എന്ന ബോധ്യവും നമ്മളിൽ ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ സമൂഹത്തിനും അള്ളാഹു സ്വർഗം കിട്ടുവാൻ വേണ്ടി നിശ്ചയിച്ച പുണ്യങ്ങളെ പറ്റി ഇങ്ങനെ പറയാൻ. ആ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ വാക്ക്, ഖുർആന്റെ വാക്കാണ്, വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക്കൻ, ഓരോ സമൂഹത്തിനും സ്വർഗം കിട്ടാൻ വേണ്ടി ഞാൻ കുറെ സൽക്കർമ്മങ്ങൾ, ആരാധനകൾ അവർക്ക് ഞാൻ നൽകി. ലിയദ്കുറു ഇസ്മല്ലാഹി അലാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവർ നിർവഹിക്കുന്ന ഉദ്ഹിയ്യത്ത്, ബലികർമ്മം എന്നുള്ളത്. അഥവാ സ്വർഗം കിട്ടാൻ അന്ന് നിശ്ചയിച്ച നിസ്കാരം പോലെ, നോമ്പ് പോലെ, ദിക്റുകൾ പോലെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ കൊടുക്കുന്ന ദാനധർമ്മം പോലെ, പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന പുണ്യകർമ്മം പോലെ, മാതാപിതാക്കളെ നോക്കുക എന്ന പുണ്യപ്രവർത്തനം പോലെ സ്വർഗം ലഭിക്കാനും പടച്ചോന്റെ പക്കൽ നിന്ന് കൂലി ലഭിക്കാനും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് നമ്മൾക്ക് സ്വർഗത്തിന് അവകാശികളാകാനും അള്ളാഹു നമ്മൾക്ക് നൽകിയ വലിയൊരു പുണ്യകർമ്മമായിട്ടാണ് ഖുർആൻ നമ്മൾക്ക് ഉദ്ഹിയ്യത്തിനെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ദുൽഹിജ്ജ മാസത്തിലെ ഓരോ ദിവസങ്ങളെടുത്ത് പരിശോധിച്ചാൽ ദുൽഹിജ്ജ 8-നാണ് ഹജ്ജ് ആരംഭിക്കുക, 9-നാണ് അറഫ. ദുൽഹിജ്ജ 10-ന്റെ പേര് യൗമുൻ നഹർ എന്നാണ്. യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ ബലി അറുക്കേണ്ട ദിവസം. അള്ളാഹു ഒരു മാസത്തെ നിശ്ചയിക്കുക, ആ മാസത്തിന് പവിത്ര നിശ്ചയിക്കുക, ആ മാസത്തിലെ ഒരു ദിവസത്തിന് ഉദ്ഹിയ്യത്തിന്റെ പേര് നൽകുക എങ്കിൽ എത്രമാത്രം പ്രാധാന്യവും ശ്രേഷ്ഠതയും ഉണ്ടാകും ആ ഒരു കർമ്മത്തിന് എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മുടെ മനസ്സിൽ എന്താണ്ടാണ്ട് അറിയോ? ഇൻഷാ അല്ലാഹ് ആകുന്നവർ മുഴുവനും, കഴിയുന്നവർ മുഴുവനും ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒന്ന് പൂർണ്ണമായിട്ട് കഴിയുന്നവർ അങ്ങനെ, പകുതി കഴിയുന്നവർ അങ്ങനെ, ഓരോഹരിയെങ്കിലും കഴിയുന്നവരങ്ങനെ, ഒരു കുടുംബത്തിലെ 7 ആളുകൾ കൂടി ഒന്നിന് കഴിയുമെങ്കിൽ അങ്ങനെ ഇൻഷാ അല്ലാഹ് ഉണ്ടാകും എന്ന തീരുമാനം നമ്മൾ ഇപ്പോൾ എടുത്താൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നിർവഹിക്കാൻ കഴിയും. തീരെ സാധിക്കാത്ത ആളുകൾ, ഒരിക്കലും സാധിക്കാത്ത വിധം കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമായി ജീവിക്കുന്ന ആളുകൾ, സഹോദരങ്ങളെ, അടുത്ത വർഷമെങ്കിലും നിർവഹിക്കുവാനുള്ള തൗഫീഖിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. പോരാ,
അതിന്റെ ഉളുഹിയത്തിന്റെ ഈ വർഷം കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിന് സാധിക്കുന്ന പ്രവർത്തനങ്ങളിൽ, അറുക്കുന്നിടത്ത്, വിതരണം ചെയ്യുന്നിടത്ത്, അതിന്റെ പ്രവർത്തനങ്ങളിൽ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ പങ്കെടുത്തുകൊണ്ട് പടച്ചോനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. കാരണം ഇത് അള്ളാഹു നമ്മൾക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി നിശ്ചയിച്ചു തന്ന പുണ്യകർമ്മമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. ഫസ്വല്ലി, നിങ്ങൾ നിസ്കരിക്കാനാകുകയാണെങ്കിൽ, അതിന് നിങ്ങൾക്ക് നിർബന്ധിതനായാൽ, ഫസ്വല്ലി ലിറബ്ബിക്, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിസ്കരിക്കണം. വൻഹർ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി നിർവഹിക്കുവാൻ ശേഷിയെത്തിയാൽ നിങ്ങൾ അത് നിർവഹിക്കുകയും വേണം. പടച്ചോന്റെ മാർഗത്തിൽ ഉളുഹിയത്ത് നിർവഹിക്കുവാൻ നമ്മൾക്ക് അല്ലാഹു ശേഷി നൽകുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്യുകയും വേണം. അതിന് നമ്മൾ പ്ലാൻ ഉണ്ടാകണം. പ്ലാൻ ഉണ്ടാണെന്ന് പറഞ്ഞാൽ വലിയ പെരുന്നാൾ ആകാറായി, ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കാറായി, ഹാജിമാർ പോകുന്ന അവസരമായി. ഇൻഷാ അല്ലാഹ് എനിക്ക് എത്ര കഴിയും, എന്റെ കുടുംബത്തിന് എത്ര കഴിയും എന്ന് നമ്മൾ പ്ലാൻ ചെയ്യണം. വീട്ടിൽ ചർച്ച ഉണ്ടാകണം. കഴിയുന്ന പരമാവധി ആളുകൾ അതിന്റെ ഭാഗമാവുകയും വേണം. സഹോദരങ്ങളെ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ മഹൽ അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ ഉളുഹിയത്തിന്റെ മേഖലയിൽ വളരെ സജീവമാണ്. അള്ളാഹു അതിനെല്ലാവർക്കും, കൂടുന്ന മുഴുവൻ ആളുകൾക്കും, അതിനുവേണ്ടി പണം ചെലവഴിക്കുന്ന ആളുകൾക്കെല്ലാം അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. നമ്മൾക്കും കൂടുവാനുള്ള തൗഫീഖ് അള്ളാഹു ഈമാനായി, തഖ്വയായി, സാമ്പത്തിക ശേഷിയായി അള്ളാഹു നമ്മൾക്കും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഏതൊരു ഉളുഹിയത്തടക്കം സാമ്പത്തികമായി ഇസ്ലാമിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന ഒരു പുണ്യകർമ്മം അള്ളാഹുവും പ്രവാചകനും നമ്മുടെ മുന്നിൽ പറയുമ്പോൾ രണ്ടു തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. സ്വാഭാവികമാണ്, രണ്ടു തരത്തിൽ. അതിൽ ഒന്നാമത്തെ വിഭാഗം നമ്മളാകണം. അതിൽ ഒന്നാമത്തെ വിഭാഗം ദർശകളെ, ഏത് ഇസ്ലാമികമായ ഒരു പുണ്യകർമ്മം നമ്മളോട് പറയുമ്പോഴും അത് കേൾക്കും, സാഗൂത ശ്രദ്ധിക്കും. എന്നിട്ട് തങ്ങൾക്ക് കഴിയുമോ എന്ന് ആത്മാർത്ഥമായിട്ട് ആലോചിക്കും. കഴിയുന്ന മേഖലയിൽ പരമാവധി അത് ചെയ്യും. എങ്ങനെങ്കിലും ആ പുണ്യകർമ്മം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് അത് നിർവഹിക്കാൻ അവർ ശ്രമിക്കും. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ വാക്ക് അവർക്കറിയാം. ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ പരമാവധി പടച്ചോന്റെ മാർഗത്തിൽ ഓടണം. അല്ലാഹു പറഞ്ഞു ഓടണം. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്ന, അള്ളാഹുവിന്റെ പക്കൽ സ്വർഗം കിട്ടാൻ വേണ്ടി ധൃതിപ്പെട്ടുകൊണ്ട് പോണം. അല്പം പ്രയാസ, കച്ചവടം കുറച്ച് കുറവാണ്, സാരല്ല, നിന്നിട്ടില്ലല്ലോ. അവരങ്ങനെ ചിന്തിക്കാം, നിന്നിട്ടില്ലല്ലോ പടച്ചോനെ, പട്ടിണിയായിട്ടില്ലല്ലോ, കുറച്ച് കുറഞ്ഞൊക്കെയല്ലേ, ഇതിനേക്കാളും കുറഞ്ഞ അവസ്ഥ വരുന്നതിന്റെ മുന്നേ ഇപ്പോഴുള്ള രൂപത്തിൽ കൊടുക്കുക, ഇന്നെ കൊണ്ടാകുന്ന രൂപത്തിൽ കൊടുക്കുക. ഇന്റെ മക്കൾ ഗൾഫിലുണ്ട്, ഇൻഷാ അല്ലാഹ് അവരോട് പറയാ, നാട്ടിൽ കുറച്ചൊക്കെ ഇൻഷാ അല്ലാഹ് സാമ്പത്തികമായിട്ടുണ്ട്. ഏതായാലും ഓരോഹരിക്ക് ഇതുവരെ ജീവിതത്തിൽ എന്റെ ശമ്പളം കൂട്ടുകയാണെങ്കിൽ ഇനി ഒരു കന്ന് 50,000 ആണെങ്കിൽ ഒരു വർഷത്തിലെ 50,000 പടച്ചോന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഇന്നെ കൊണ്ട് കഴിയാലോ, അതിനിപ്പോ ഞാൻ ആരെ കയ്യും കാലും പിടിക്കണ്ടല്ലോ എന്നവരാലയിക്കും. അല്ല, ജീവിതത്തിൽ ഇന്ന് വരെ ഒന്നിനെയാണ് കൊടുത്തത്, ഇപ്പൊ അല്പം ഒരു പ്രയാസാണ് എങ്കിൽ ഒരു 25,000 വെച്ച് ഏതെങ്കിലും ഒരു ഓഹരിയുടെ പകുതി ഭാഗം ഏൽക്കാൻ എന്നെ കൊണ്ട് കഴിയോ, അവരാലയിക്കും. ഒന്നിനും കഴിയണില്ലേ, പടച്ചോന് 10,000 ആണെങ്കിൽ 11,000 ആണെങ്കിൽ അൽഹംദുലില്ലാഹ് ആ ഒരു ഓഹരി ചേരാൻ ഇന്നെ കൊണ്ട് കഴിയോ എന്ന് ആ ആണും ആ പെണ്ണും ചിന്തിക്കും. ഇതാണ് ഒന്നാമത്തെ വിഭാഗം. അവർക്ക് ആലോചിക്കാൻ കുറെ ഉണ്ടാവും, ചിന്തിക്കാൻ കുറെ ഉണ്ടാവും. സാമ്പത്തികമായ ചില ക്രൈസിസ് ഉണ്ടാവും, ചില പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷേ പടച്ചോൻ എന്നാലും അന്നം മുട്ടിയിട്ടില്ലല്ലോ. ഞാൻ ഈ നാട്ടിൽ നിന്ന് രാജ്യം പെടേണ്ട ഒരു അവസ്ഥ ഒന്നും വന്നിട്ടില്ലല്ലോ. പല നാട്ടിലെ ആൾക്കാരും ജോലി പോയി ഇങ്ങോട്ട് വരുന്നൊരു അവസ്ഥ ഒന്നും ഉണ്ടാകില്ലല്ലോ. പടച്ചോൻ എന്നെ കൊണ്ടാകുന്ന രൂപത്തിൽ ചെയ്യാലോ എന്നവർ ചിന്തിക്കും. സുഹൃത്തുക്കളെ, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ പറ്റി അള്ളാന്റെ വാക്ക് എന്താ അറിയോ? പടച്ചോന്റെ വാക്ക് ഹസന, ആരെങ്കിലും പടച്ചോൻ പറഞ്ഞൊരു നന്മ ചെയ്യുകയാണെങ്കിൽ ആ നന്മയിൽ പടച്ചോൻ അവർക്ക് അനുഗ്രഹങ്ങളും ബർക്കത്തും വർധനവും പടച്ചോൻ കൊടുക്കും. അങ്ങനെ ചിന്തിക്കണോന്റെ മനസ്സിൽ അല്ലാഹ് വീണ്ടും നന്മകൾ ചെയ്യാൻ, ഓന്റെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് പടച്ചോൻ വേറൊരു വഴി അല്ലാഹ് കണ്ടെത്തി കൊടുക്കും. അല്ലാഹ് ഓനെ കൈവിടൂല, അല്ലാഹ് ഓനെ കൊടുക്കൂല, അല്ലാഹ് ഓനെ പ്രയാസപ്പെടുത്തൂല. ഓന്റെ വരുമാനത്തിന് പടച്ചോൻ അള്ളാന്റെ മാർഗത്ത് കൊടുക്കണ അല്ലാഹ് വർധനവേ കൊടുക്കുള്ളൂ. ചിലപ്പോൾ ടൈറ്റായിരിക്കും, മക്കളിലൂടെ പടച്ചോൻ അവരെ വർദ്ധിപ്പിക്കും. അവരുടെ ജീവിതത്തിൽ പ്രയാസഘട്ടങ്ങളിൽ താങ്ങായി പടച്ചോൻ നിൽക്കും. കഴിഞ്ഞില്ല, വഇന്നല്ലാഹ ഗഫൂറുൻ ശക്കൂർ, അവരുടെ പാപങ്ങൾ പടച്ചോൻ പുറത്തിട്ട് അല്ലാഹു ഷക്കൂറാകും. അവനോട് ഷക്കൂറാണെന്നറിയോ? തിരിച്ചു നന്ദി കാണിക്കും. അള്ളാഹുവിനോട് ഇങ്ങോട്ട് നന്ദി കാണിച്ചവനോട് പടച്ചോൻ തിരിച്ചങ്ങോട്ട് നന്ദി കാണിക്കും. ഇതാണ് ഒന്നാമത്തെ വിഭാഗം.
എന്ത് സാമ്പത്തികമാകട്ടെ ഒരു നന്മ പറയുമ്പം പടച്ചോനെ ഞാൻ അതിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഉൾപ്പെടാൻ എന്നെ കൊണ്ട് കഴിയാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവരെന്ത് ചെയ്യും, അതിനുവേണ്ടി ശ്രമിക്കും. ചിലപ്പോൾ സഹോദരിമാരാണെങ്കിൽ ചിലപ്പോ കയ്യിൽ കുറച്ച് പൈസ ആയിരിക്കും ഉണ്ടാകുക. മോനെ എടാ അത്രയാണ്, നമുക്ക് 2-3 ആക്കുമ്പാടെ കൂടിയിട്ട് ഒന്ന് ചെയ്യാൻ കഴിയോ എന്ന് മക്കളോട് വിളിച്ചു ചോദിക്കും. കെട്ടിച്ച പെൺകുട്ടിയോട് ചോദിക്കും, ഞമ്മക്കൊന്ന് കൂടാൻ കഴിയോ? എങ്ങനെങ്കിലും ഒരു നന്മയിൽ അവർ പങ്കാളികളാകാൻ വേണ്ടി ശ്രമിക്കും. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ വിഭാഗം ദർശനങ്ങളെ പുണ്യങ്ങളിൽ നിന്ന് ഒഴിവാകാൻ കാരണങ്ങൾ കണ്ടെത്തും ചിലർ. അതിൽ നമ്മൾ ആകരുത്. പുണ്യുണ്ട്, നന്മണ്ട്, ഖുതുബയ്ക്ക് കേൾക്കുമ്പോ തന്നെ തരും. ഉൽഹിയത്തല്ലേ ഞാനായിട്ട് വന്നല്ല, ജക്കാത്തല്ലേ ഞാനായിട്ട് വന്നല്ല, ദഅവത്തല്ലേ ഞാനായിട്ട് വന്നല്ല, കുട്ടികളെ വന്ന മദ്രസയ്ക്ക് ദീനിയെ കേൾക്കല്ലേ അത് ഞാനായിട്ട് വന്നല്ല. നമ്മളായിട്ട് വന്നെന്താ അറിയോ? ജക്കാത്ത് കിട്ടേണ്ട 8 അവകാശികൾ അതിൽ ഞാനുണ്ട്, ഉൽഹിയത്ത് കിട്ടേണ്ട 8 അവകാശികൾ അതിൽ ഞാനുണ്ട്, ജീവിതത്തിൽ ബാക്കിയുള്ളവർ പരിഗണിക്കേണ്ട ആൾക്കാർ അതിൽ ഞാനുണ്ട്, ഹജ്ജിന് പോകാൻ നിർബന്ധമില്ലാത്ത ആൾക്കാർ അതിൽ ഞാനുണ്ട്, നോമ്പ് വയ്ക്കാൻ നിർബന്ധമില്ലാത്ത ആൾക്കാർ അതിൽ ഞാനുണ്ട്. ഇങ്ങനെ ചിന്തിക്കാനുള്ളൊരു മനസ്സ് അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞ വാചകം പറയാണ്. അത് ഈമാൻ മനസ്സിലേക്ക് ശരിക്കിറങ്ങാത്തവരാണ്. ദീന് കിട്ടാത്തവരോ ഈമാൻ അറിയാത്തവരല്ല, ഈമാൻ ശരിക്ക് മനസ്സിലിറങ്ങാത്തവരാണ്. കാരണങ്ങൾ കണ്ടെത്തും. ഞാൻ ചെയ്യാതെക്കാൻ കാരണതാണ്, ഞാൻ കൊടുക്കാതെക്കാൻ കാരണതാണ്, ഞാൻ അതിൽ പങ്കാളികളാകാതിരിക്കാൻ കാരണം. ഖുർആന്റെ ഭാഷ നേർക്കുനേരെ പറയാതെക്കാൻ ഖുർആൻ പ്രയോഗിച്ചത് കപട വിശ്വാസികളാണ് അവർ എന്നാണ്. അങ്ങനെ പറയണ്ട, പക്ഷെ എന്നാലും പറയണം ഈമാൻ ശരിക്കും ഇറങ്ങാത്തവരാണ്. ഖുർആനൊരു ഉദാഹരണം പറഞ്ഞ വാക്കെന്തറിയോ? ഖുർആനിന് പറഞ്ഞൊരു വാചകം നമ്മൾ ഈ ആയത്ത് കേൾക്കുമ്പോൾ ഞാൻ ഇന്നെപ്പറ്റി ആലോചിച്ചാൽ മതി, ഞാൻ ഇന്നെപ്പറ്റി ഓരോരുത്തരും ഇന്നെപ്പറ്റി ആലോചിച്ചാൽ മതി, അവനാനെ പറ്റി ആലോചിച്ചാൽ മതി. അല്ല പറയണം ദീനിന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സഹാബാക്കളോടും നബിനോടും ഒരു സ്ഥലത്തേക്ക് അല്ല പോകാൻ വേണ്ടി പറഞ്ഞു. അപ്പോ ആ കൂട്ടത്തിൽ ഒരു വിഭാഗം പറയട്ടോ, വസയഹ്ലിഫൂന ബില്ലാഹ്, ഓലി നബിനോട് പറയട്ടോ അള്ളയാണേ സത്യം, ലൗ ഇസ്തതഅനാ ലഖറജ്നാ മഅക്കും, ഞങ്ങളെ കൊണ്ട് ആവതുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളൊപ്പം ഉണ്ട് നബിയെ, ഞങ്ങളെ കൊണ്ട് നടക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉണ്ടേനി. ഈ ചൂടത്ത് നടക്കാൻ കഴിയാതെ ആകപ്പാടെ ഇടങ്ങേറായതുകൊണ്ട് നബിയെ അള്ളയാണേ സത്യം, അള്ളാനെ പിടിച്ചാൽ സത്യം ചെയ്യും, ഞങ്ങളെ കൊണ്ട് ആകുമെങ്കിൽ ഞങ്ങൾ തരും, ഞങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ ഞങ്ങൾ തരും, ഞങ്ങളെ കൊണ്ട് ആകാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ അള്ളാന്റെ വാക്കെന്നറിയോ? ഒരു രോഗായതിന്റെ പ്രയാസാണോ? അവരെ വീട്ടില് ശാരീരികമായി കിഡ്നിക്ക് ഡയാലിസിസ് ചെയ്യുന്ന അസുഖമായതുകൊണ്ടാണോ? അവരുടെ ജീവിതത്തിൽ ക്യാൻസർ വന്നതുകൊണ്ടാണോ? അവരമ്മാക്കും ബാപ്പാക്കും മരുന്നിന് ഗുളികല്ലാത്തതിന്റെ പേരിൽ തികയാതെ ആളുകൾ കൊണ്ടുപോയി കൊടുക്കുന്ന പേരാണോ? എങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ഇവരെ പ്രശ്നമല്ല. അള്ളാന്റെ വാക്ക് യഹ്ലികൂന അൻഫുസഹും, അവര് സ്വന്തത്തെ നശിപ്പിക്കാൻ. ഈ ദുനിയാവില് 60 കൊല്ലം നേരത്തെ കഴിഞ്ഞ ഖുതുബിൽ നമ്മൾ പറയേ അറ്റാക്ക് ഉണ്ടാണ് വരെ ഈ പൈസ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അവനാന്റെ സ്വർഗം കളിയണതാണ്. വല്ലാഹു യഅലമു ഇന്നഹും ലകാദിബൂൻ, പടച്ചോന് ശരിക്കറിയാം ഒരു കള്ളം പറയാണ്. കാരണം ഓരോ ഓഹരിക്ക് ചേരാൻ ഇപ്പൊ നമ്മുടെ നാട്ടിലത്തെ ഒരു സാധാരണ ഒരു 10,000, ചിലപ്പോ 11 അങ്ങനെയൊക്കെ ആകും. എന്നാലും 9,000 മുതൽ 11,000 ഒരു കൊല്ലത്തിൽ ചെലവഴിക്കാൻ കഴിയാത്ത എത്ര ആൾക്കാർ സത്യത്തിൽ നമ്മളെ നാട്ടിൽ നമ്മളെ അങ്ങാടിയിൽ ഉണ്ടാവും. ഒരു കൊല്ലത്തിൽ എന്ന് പറഞ്ഞ സമയം എത്ര അറിയോ? ഞാൻ അങ്ങനെ നോക്കി, ഒരു ദിവസം 30 ഉറുപ്പിക എടുത്തുവച്ചാൽ മതി. ഒരു മാസം 800, ഒരു മാസം 900 ഉറുപ്പിക എടുത്തു വെക്കാൻ കഴിയാത്തവരാണ് നമ്മളെങ്കിൽ അതൊക്കെ അള്ളാന്റെ മുന്നിൽ തെളിയിക്കേണ്ടി വരില്ലേ? പടച്ചോന്റെ മുന്നിൽ തെളിയിക്കണ്ടേ? കുറിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്, കുട്ടിന്റെ കല്യാണത്തിന് എടുത്തിട്ടുണ്ട്. ഇന്റെ സ്വർഗത്തിനും വേണ്ടി ഒരു മാസം ഒരു 900 ഉറുപ്പിക എടുത്തൊക്കെ, ഒരു 850 ഉറുപ്പിക എടുത്തൊക്കെ കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് അള്ളാന്റെ മുന്നിൽ നിൽക്കണ്ടേ? പടച്ചോണ്ട് പറയണ്ടേ? എല്ലാവർക്കും നിർബന്ധമാണ് നല്ല സൗങ്ങളെ പറയണേ. ആവതുണ്ടോന്ന് നമ്മളെ പറ്റി ആലോചിക്കുക. അതൊരു ഖത്തീബ് പറഞ്ഞു തരുന്ന സംഗതിയല്ല. നമ്മളെ പറ്റി ആലോചിക്കുക. ആവതുണ്ടോ? ഞാൻ പടച്ചോന്റെ മുന്നിൽ കളവ് പറയുന്ന ഒരാളായിട്ട് മാറുമോ? സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മുനാഫിക്കുകളെ പോലെ ആകരുത്, കൃത്രിമത്തുണ്ടാകരുത്. നമ്മൾ മുഅ്മിനായിട്ട് മാറുക. ചിലപ്പം ഞാൻ ഒരു സാഹചര്യം കൂടി പറയാം. ചിലപ്പോ മുമ്പ് നമ്മൾ ഒന്ന് അറുത്തിട്ടുണ്ടാവും, നമ്മളെ വീട്ടിൽ തന്നെ അർത്ഥം, അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റി കൊടുത്തിട്ടുണ്ടാവും. ഇന്ന് നമുക്കാകൂല. അപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിക്കരുത്, കൊടുക്കുകയാണെങ്കിൽ ഒന്ന് കൊടുക്കണം, അല്ലെങ്കിൽ തീരെ കൊടുക്കാതെക്കണം. അത് ദീനല്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. എനിക്ക് ഇപ്പൊ ഒന്നാണോ, ഞാൻ സാധാരണ ഒന്നിനെ മുഴുവനായിട്ട് അർത്ഥിക്കുന്നു, ഇപ്പൊ എനിക്ക് കുറവാണ്, അരയാണോ എങ്കിൽ അര കൂടുക, വേണ്ട ഒരു ഷെയറാണോ, ആ ഒരു ഷെയർ കൂടിയാ ഞാൻ മോശക്കാരനാണ്. അല്ല സോങ്ങൾ അള്ളാന്റെ ഏറ്റവും ഉത്കൃഷ്ടനാണ്. നമ്മൾക്ക് വലൗകാന ബിഹിം ഖസ്വാസ, സാമ്പത്തികമായി ഞെരുക്കമുണ്ടായപ്പോഴും അവർ പടച്ചോന്റെ മാർഗത്തിൽ കൊടുത്തവരാണ്.
അവരെയാണ് പടച്ചോൻ ഏറ്റവും ഉത്കൃഷ്ടരായി പ്രഖ്യാപിച്ചവർ. നമ്മൾ ഫസ്റ്റ് ആദ്യം ഇത്രയും കാലം ഒന്നിനെ മുഴുവൻ കൊടുത്തിരുന്നു, ഇന്ന് നമുക്ക് കുറവാണ് എങ്കിൽ നമ്മൾക്ക് എത്ര അതിന് നമ്മൾ കൂടണം, അത് നമ്മൾ കൂടണം. അതൊരിക്കലും കൊടുക്കാതെക്കരുത്. നമ്മൾക്കാവുന്ന വിധത്തിൽ നമ്മൾ അതിന്റെ ഭാഗമായി മാറണം. സഹോദരങ്ങളെ, ചിലപ്പോഴൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഉളുഹിയത്തിന്റെ ചരിത്രം നമുക്കറിയില്ലേ? ഇബ്രാഹിം നബിനോട് അള്ള പറഞ്ഞ എന്താ? ആരർക്കാനാ? ഒട്ടകത്തർക്കാനാ പറഞ്ഞ്? ആണോ? പശുവിനെ ഇറക്കാനാ പറഞ്ഞ്? പോത്തുമുട്ടിനെ ഇറക്കാനാ പറഞ്ഞ്? ആടിനെ ഇറക്കാനാ പറഞ്ഞ്? ഇന്നി യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ. യാ ബുനയ്യ, അർത്ഥം അറിയാത്ത ആരാ കൂട്ടനെ വിടല്? യാ ബുനയ്യ, എന്റെ മോനെ, ഞാൻ എന്റെ 3 കുട്ടികളെ മുന്നിൽ കണ്ട് നിങ്ങള് ഓരോരുത്തരും അവനാന്റെ മക്കളെങ്ങനെ മുന്നിൽ നിർത്തി ഇങ്ങനെ കാണും. ഇങ്ങനെ ഇബ്രാഹിം നബി അങ്ങനെയാണ്. യാ ബുനയ്യ, മോനെ ഇസ്മായിലെ, മോനെ ഇസ്മായിലെ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ. മോനെ, അന്നറുക്കണം എന്ന് അള്ളനോട് പറഞ്ഞ്. എന്താടാ ഞാൻ കാട്ടേണ്ടി? അന്നറുക്കണം. നമ്മളെ കുട്ടിനെ ഇറക്കാൻ അള്ള പറഞ്ഞോ? ഇല്ല. ഉണ്ടോ? ഇല്ല. നമുക്ക് എന്തെങ്കിലും വിൽക്കണം എന്ന് അള്ള പറഞ്ഞോ? വിൽക്കണം എന്ന് പറഞ്ഞോ? ഇല്ല. സമ്പത്തിന്റെ 1/3 കൊടുക്കണം എന്ന് പറഞ്ഞോ? ഒരു മാസത്തിൽ 850 ഉറുപ്പിക എടുത്താൽ കൊടുക്കാൻ പറ്റണ ഓരോഹരിയെങ്കിലും ചേരണമെന്നാ സൗങ്ങളെ പറഞ്ഞ്. നമ്മുടെ മക്കൾക്ക് ചെലവഴിക്കണതിന്റെ 10-1 പോലും ചെലവഴിക്കണ്ടെന്നാ പറഞ്ഞ്. അവിടെ നമുക്ക് ചേരാൻ കാരണങ്ങൾ ഉണ്ടാകരുത്, തടസ്സങ്ങൾ നമ്മൾ പറയരുത്. നമ്മൾ പലപ്പോഴും എന്താ സാധാരണഗതിയിൽ എന്താ പറയുന്നത് സൗങ്ങളെ? ഇപ്പം ഉളുഹിയത്തിന്റെ ഒരു വിഷയം വരുമ്പം നമ്മുടെ സംസാരത്തിൽ നമ്മൾ പറയും യുദ്ധാണ്, സാമ്പത്തികമായിട്ട് ടൈറ്റാണ്, ഭയങ്കര പ്രയാസാണ്, ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ആലോചിച്ചു, നമ്മളാ പറയണത് ഒരു കാര്യം നമ്മൾ അറിയട്ടെ. നമ്മൾ പറയണത് ന്യായല്ലേ? ഖുർആൻ പറഞ്ഞ പോലെ ഇത് ഇതേപോലെ പടച്ചോന് മുന്നിൽ പറയേണ്ടി വരും. നമുക്ക് ബോധ്യം ഉണ്ടാകണം. അല്ലാഹു മാലിക് യൗമിദ്ദീൻ എന്ന് നമ്മൾ ഫാത്തിഹയിൽ ഓതുമ്പോൾ ഇതിന്റെ അർത്ഥം എന്താ അറിയോ? പടച്ചോവിടെ അങ്ങനെ നിൽക്കുന്നു മാത്രല്ല, ഞാൻ പറയുന്ന ഈ വാക്ക് അള്ള അതുപോലെ കേൾപ്പിച്ചല്ല തെളിയിക്കും. ശരി, നമ്മളൊരു 10,000 റുപ്യ, ഒരു 11,000 റുപ്യ കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു 12,000 റുപ്യ കൊടുക്കാൻ, എത്രയാണ് ഒരു ഓഹരി അതിൽ കൊടുക്കാൻ നമ്മൾ ഈ പറഞ്ഞ കാരണങ്ങൾ മുഴുവൻ പറയുമ്പം നമ്മൾ മനസ്സിലാച്ചു. ഇപ്പൊ വെക്കേഷനാണ്, നമ്മുടെ ഫാമിലി ഊട്ടിക്കോ മൈസൂരിക്കോ ബാംഗ്ലൂർ എവിടേക്കോ പോയിട്ടുണ്ടാവുമല്ലോ. അതിന് ടൂർ സ്വാഭാവികമാണ്, പ്രശ്നമൊന്നുമില്ല. ആ പോകണിന് 2 ദിവസം നിൽക്കാൻ വേണ്ട പൈസ അല്ലേ ഉള്ളൂ. ഒരു കൊല്ലത്തിൽ അള്ള ചോദിച്ച് 2 ദിവസം നിൽക്കാൻ വേണ്ട പൈസ. നമ്മളൊരു കൊല്ലത്തിൽ നമ്മൾ വെക്കേഷനിൽ പോകും, ഓണപ്പൂട്ടിന് പോകും, ക്രിസ്മസ് പൂട്ടിന് പോകും, പെരുന്നാൾ പൂട്ടിനും പോകും. മിനിമം ഒരു കൊല്ലത്തിൽ 4 വട്ടം നമ്മളെ കുടുംബത്തെയും കൂട്ടി നമ്മൾ പോകുന്ന ടൂറിന്റെ അതിന്റെ പൈസന്റെ പകുതി ഭാഗേ അള്ള ചോദിച്ചിട്ടുള്ളൂ. അത് നമ്മൾ കൊടുക്കാതെക്കുമ്പം ടൂർ പോകണില്ല. നമുക്ക് എന്തില്ല അറിയോ? യുദ്ധം പ്രശ്നമല്ല, നമ്മളെ വീട്ടിലെ ഭക്ഷണം കുറയണില്ല, നമ്മുടെ നാട്ടിൽ ഗ്യാസ് ഇല്ലാത്തതിന്റെ പേരിൽ ഹോട്ടലുകളാ പൂട്ടുന്നത്, നമ്മുടെ വീട്ടിലെ ഭക്ഷണം കുറയുന്നില്ല കൂട്ടരെ. നമ്മുടെ അറ്റ്ലീസ്റ്റ് എല്ലാ മാസവും റീചാർജ് 2 മാസം കൂടുമ്പോ നമ്മൾ 800 റുപ്യക്കോ 3 മാസം കൂടുമ്പോ 800 റുപ്യക്ക് നമ്മൾ റീചാർജ് ചെയ്യണം. ഇപ്രാവശ്യം യുദ്ധമാണ്, ഗ്യാസിന് വില കൂടിയിരിക്കുന്നത്, കറണ്ടിന് സ്വാഭാവികമായിട്ട് ചൂടാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ 800-ാക്കുന്നില്ല പ്ലാന്, ഞാൻ 400-ാക്കാന്ന് ഏതെങ്കിലും മനുഷ്യൻ പറഞ്ഞിക്കണോ? ഉളുഹിയത്തും ദീനും പറയുമ്പോ മാത്രം അത് നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം എവിടെയാണ് നിങ്ങളെ? പൈസ അല്ല, അതിന്റെ പ്രശ്നം ഈമാനും തഖ്വയും മനസ്സുമാണ്. അത് ചികിത്സിക്കണം. അത് രോഗാണ്, ഈമാൻ നഷ്ടപ്പെടുന്ന രോഗാണ്. കാരണം പ്രവാചകന്റെ വാക്കുണ്ട്, സഹാബാക്കൾ പറഞ്ഞൊരു വാക്ക്, അൽ മുഅ്മിനു, ഒരു വിശ്വാസി, യബ്ഹസു അനിൽ മഖാരിജ്. ഇത് വ്യത്യാസം ശരിക്കും പറയട്ടോ. യബ്ഹസു അനിൽ മഖാരിജ് ലിഅമൽ, ഒരു പ്രവർത്തനം, ഒരു സ്വർഗം കിട്ടുന്ന ഒരു കാര്യം ഒരു വിശ്വാസിയുടെയും ഒരു കപടവിശ്വാസിയുടെയും, കപടവിശ്വാസി എന്നുള്ള വാചകം തൽക്കാലം മാറ്റാണ്. ഈമാൻ ശരിക്ക് ഉറക്കാത്ത ഒരാളുടെയും മുന്നിൽ വെച്ചാൽ വിശ്വാസം അറിയോ? അയാൾ യബ്ഹസു അനിൽ മഖാരിജ് ലിഅമൽ, എങ്ങനെങ്കിലും അത് ചെയ്യാനുള്ള വഴിയെപ്പറ്റി അയാൾ ആലോചിക്കും, പ്രാർത്ഥിക്കും, കുടുംബത്തിൽ ചർച്ച ചെയ്യും. എന്നിട്ട് ചോദിക്കും, ഇസ്ലാമിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ എനിക്ക് കൂടാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് അയാൾ ചോദിക്കും. വൽ മുനാഫിഖ്, എന്നാൽ ഈമാൻ ശരിയാകാത്തവൻ അവൻ യബ്ഹസു അനിൽ മആദീനി ലിയത്റുക്, എങ്ങനെങ്കിലും ഒരു ഒഴിവ് കഴിവുണ്ടായിട്ട് അതിന് രക്ഷപ്പെടാനുള്ള വഴി. മൗലവി കടണ്ട്, അപ്പൊ എനിക്ക് ചേരാൻ പറ്റൂലല്ലോ, കുറച്ച് ടൈറ്റാണ്, ചേരാൻ പറ്റൂലല്ലോ. ഈ കാര്യം ഒരു ചോദിക്കുള്ളൂ. ഞാൻ പറയണത് സഹോദരൻ, നമ്മളെ പറ്റിയിട്ടാണ്. നമ്മളെ പറ്റി ആലോചിക്കുക. എനിക്കതിൽ ചേരാൻ പറ്റും. സഹോദരങ്ങളും സഹോദരിമാരും ആരായിക്കോട്ടെ, പുതിയ തലമുറയിലെ നല്ലവരായ യുവാക്കളോട്, നമ്മുടെ മഹലിലെ ഒരുപാട് നല്ലവരായ യുവാക്കളുണ്ട്, എന്റർപ്രണേഴ്സ്,
പുതിയ ബിസിനസ് മേഖലയിലുള്ള ആളുകൾ, സഹോദരങ്ങളെ, യുവാക്കളെ, യുവതികളെ, നല്ലവരായ ആളുകളെ, നമ്മൾക്കും ഇത് ബാധകമാണ്. നമ്മളെ വാപ്പാര് ഇതൊക്കെ ജീവിതത്തിൽ പരമാവധി കൊണ്ടു നടന്ന് ജീവിച്ചവരും മരിച്ചുപോയവരാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വർഗത്തിനും നമ്മുടെ ഖബറിനുമായിട്ട് നമ്മുടെ ഉളുഹിയത്തിലും ദീനിന്റെ കാര്യത്തിലും ചേരണം. അവിടെ നമ്മൾ എന്താ സ്വാഭാവികമായിട്ട് ചേരും? ഒരു പ്രായം വരെ യുവാക്കളായ ആളുകൾ എത്രയോ നല്ലവരുണ്ട് കേട്ടോ. ഞാൻ സാന്ദർഭികമായിട്ട് പറയാൻ ചേരുമ്പോ എന്നിട്ട് പറയും 4 ലക്ഷം ബിസിനസ്ക്ക് ഇപ്പൊ ഇറക്കിയിട്ടുള്ളൂ, ആ ബിസിനസ്ക്ക് ഇറക്കിയതെന്ന് കിട്ടട്ടെ. സോ 4 ലക്ഷം ഞാൻ പറയാം, ഞാനൊരു 4 ലക്ഷം ബിസിനസ്ക്ക് ഇറക്കി. ഈ 4 ലക്ഷം എന്തിനിറക്കിയതാണ്? ഇന്റെ ദുനിയാവിന് വേണ്ടി. ശരി, എന്താ അറിയോ? 4,10,000 ചോദിച്ചതെങ്കിൽ 4,10,000 ഇറക്കൂലേ? 4,10,000 ബിസിനസ്സിനെങ്കിൽ 4,10,000 ഇറക്കൂലേ? സഹോദരങ്ങളെ, 4,10,000 വിചാരിക്കുക. 10 അവനാന്റെ സ്വർഗത്തിന് വേണ്ടി കൊടുക്കുക, ഉളുഹിയത്തിന് കൊടുക്കുക. ആ 10 അള്ളാഹു 10,5 ലക്ഷവും 10 കോടിയുമായി തിരിച്ചു കിട്ടുന്ന ലാഭക്കച്ചവടാണ്. ഇതിന്റെ വാക്കല്ല, ഖുർആന്റെ വാക്കാണ്, പരിശുദ്ധ ഖുർആന്റെ വാക്കാണ്. ഹൽ അദുല്ലുക്കും അലാ തിജാറ. യുവാക്കളെ, യുവതികളെ, കച്ചവടക്കാരെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ഞാനൊരു കച്ചവടം പഠിപ്പിച്ചു തരട്ടെ. അള്ളാന്റെ വാക്കെന്നറിയോ? തുഞ്ചീക്കും മിൻ അദാബില്ലാ. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന്, കഠിനമായ ശിക്ഷയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുത്തുന്ന കച്ചവടമാണ്. ആ കച്ചവടം എന്താ അറിയോ? അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ കൊടുക്കുന്ന സമ്പത്താണ്. നമ്മൾ അതിന്റെ ഒരു ഓഹരി ഉണ്ടാകണം, നമ്മുടെ ജീവിതത്തിൽ ഇതിന്റെ ഭാഗം ഉണ്ടാകണം. നമ്മൾ ഈ കഷ്ടപ്പാടും നൊമ്പരൊക്കെ പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരേണ്ടത് ഈ ഉളുഹിയത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത് ആരാ പറഞ്ഞു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ നബിന്റെ ഒരു ഹദീസ് കേൾക്കണം, നമ്മൾ കേൾക്കണ്ടാണ്. സഹാബാക്കൾ പറയാൻ അഖാമ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു ബിൽ മദീന, മദീനത്തുനിന്ന് 10 സിനീന യുദഹി, 10 കൊല്ലം പ്രവാചകന് ഉളുഹിയത്തിന്റെ നിയമം വന്നിട്ട് 10 കൊല്ലം നബി ഉളുഹിയത്ത് നിർവഹിച്ചു. ആര് നിർവഹിച്ചു? ആര് നിർവഹിച്ചു? നബി നിർവഹിച്ചു. 2 മാസത്തോളം അടുപ്പിൽ നിന്ന് ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാത്ത നബി, മറ്റുള്ളവർ വിശന്നിട്ട് ഒരു കല്ല് കെട്ടിവെച്ച് ഖന്തക്കിന്റെ കിടങ്ങ് കുടിച്ചപ്പം വിശപ്പ് കൊണ്ട് 2 കല്ല് കെട്ടിവെച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ മറ്റുള്ളവർ ഹദിയയായി നൽകുന്ന ഭക്ഷണം കൊണ്ട് കുടുംബത്തിന് ഭക്ഷണമായി നൽകിയ സക്കാത്തിന്റെ ഒരു കട്ടം പോലും കുടുംബത്തിനെടുക്കാൻ പറ്റാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധിക്കുന്ന രൂപത്തിൽ പ്രവാചകൻ ആടിനർത്തതുണ്ട്, ഒട്ടകത്തറുത്തുണ്ട്. പ്രവാചകൻ ഉളുഹിയത്ത് നിർവഹിച്ചു. നമ്മൾ എന്തിനത് പറഞ്ഞറിയോ? കാഴ്ചപ്പാട് മാറാതെ ഒരാൾക്ക് മുഅ്മിനാകാൻ കഴിയൂല, ഒരിക്കലും കഴിയില്ല. കാഴ്ചപ്പാട്, പള്ളിക്ക് നിങ്ങളുടെ പുറത്തു കയറുമ്പോൾ പഴയ പോലെ അതിപ്പോ എന്താ മൗലവി ഇങ്ങനെ പറഞ്ഞു? അല്ല, കാഴ്ചപ്പാട് മാറണം. പടച്ചോനെ, ഞാൻ അള്ളാന്റെ റസൂലുള്ളാന്റെ കൂടെയാണല്ലോ സ്വർഗം കിട്ടാൻ വേണ്ടി നിസ്കരിക്കുന്നത്. എന്റെ അമ്മാനും ബാപ്പാനും നബിന്റെ കൂടെ സ്വർഗത്തിലെത്താനാണല്ലോ ഞാൻ ഈ അധ്വാനിക്കുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെക്കാളും പട്ടിണിയായിട്ട് ഉളുഹിയത്ത് നിർവഹിച്ചെങ്കിൽ ഞാനൊന്ന് മെനക്കെട്ടാൽ, ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയാൽ എനിക്കും ചേരാമല്ലോ, എന്ന് അള്ളാഹുനോട് എനിക്ക് പറയാമല്ലോ എന്ന് ചിന്തിക്കുമ്പോഴേ ഖുത്ബ ജീവിതത്തിന്റെ ഭാഗമാകുള്ളൂ, ആയത്തും ഹദീസും ജീവിതത്തിന്റെ ഭാഗമാകുള്ളൂ. മൗലവിക്ക് എന്തും പറയാം, മൗലവിക്ക് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ലേ, മൂപ്പർക്ക് അങ്ങനെ പറഞ്ഞൂടെ, നമ്മളെ കഷ്ടപ്പാടൊന്നും മൂപ്പർക്ക് അറിയില്ലല്ലോ എന്ന് പറയുന്ന സാധനങ്ങളെ ബാങ്കിന് ഈമാനൊന്നല്ല, അത് ഈമാനേ അല്ല. അവനാന്റെ ജീവിതത്തിൽ പരിശോധിക്കാത്ത ഒരു മനുഷ്യന്റെ നാട്ടുവർത്തമാനാണത്, നാട്ടുവർത്താനാണ്. അങ്ങനെ ചിന്തിക്കരുത്. സഹോദരിമാരുടെ കൂടി എല്ലാ തവണ പറയുന്നത് പോലെ, സഹോദരിമാരെ, നിങ്ങൾക്കും ഉളുഹിയത്തുണ്ടാകണം. കാരണം നിങ്ങൾ മുഅ്മിനാണ്, മുഅ്മിനത്താണ്. അപ്പൊ എന്ത് വേണം? ഇക്കാക്കാനോട് നിങ്ങൾ പറയണം. ഞാൻ എല്ലാ ഖുത്ബയിലും ഉളുഹിയത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറയാൻ സാധാരണ പറയുന്നതാണ്. സഹോദരിമാർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ നമ്മൾ തിരുത്തണം. അതെന്താ? ഇക്കാക്ക കൊടുത്താൽ നിങ്ങൾക്കതിലൊരു പങ്കുമില്ലെങ്കിൽ, നിങ്ങൾക്കതിലൊരു പങ്കുമില്ല, കാക്കാൻ നിങ്ങൾ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, ഇന്റെ ഒരു ഓഹരിത എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല, ഇക്കാക്ക നിങ്ങൾ കൊടുക്കണ്ടേ എന്ന് ചോദിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇക്കാക്ക പള്ളിക്ക് കൊടുക്കണേല് ഇങ്ങക്കയിൽ ഇപ്പൊ കൂലി കിട്ടും എന്ന ധാരണ തെറ്റാണ്, തെറ്റാണ്. കാരണം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല, ഭർത്താവ് കൊടുത്താൽ ഭാര്യ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ചെയ്തിട്ടില്ലെങ്കിലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെങ്കിലും ഭാര്യക്ക് കൂടി എന്റെ കൂലി കിട്ടുന്നു അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അവനാന് നീയത്തുണ്ടാകണം. ഒരു പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ആഭരണം നിങ്ങളുടെ സമ്പത്താണ്. പടച്ചോണ്ട് പറയേണ്ടി വരും, ഞാൻ എന്റെ കുട്ടിയാൾക്ക് എടുത്തച്ചക്കാണ് 4 അക്കൗണ്ടിൽ 4 എണ്ണാണ്, അതിലേക്ക് ഓരോന്ന് പൈസ കൂട്ടിയിട്ട് അവനാൻ ഒരു ഓഹരിയോ 2 ഓഹരിയോ
ചേരാൻ പൈസ ഉണ്ടോ എന്നുള്ളത് പള്ളിക്കെന്ന് ഇറങ്ങിപ്പോകുമ്പം ആലോചിക്കുക. എന്തിനാ അത് ആലോചിക്കുന്നു പറഞ്ഞറിയോ? ഈ പറഞ്ഞ ഒരൊറ്റ പൈസയും അവനാ മരിച്ചതിന് ശേഷം ഈ മക്കൾ നമുക്ക് പരലോകത്തെ കൊണ്ടുവരൂല. ഇതെന്തിനാ പറയണെന്ന് വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കാതെ നാട്ടിലത്തെ എല്ലാ ആൾക്കാരും ചെയ്യണ പോലെ ജീവിച്ചിട്ട് ഉളുഹിയത്തുമില്ല, സ്വതക്കയില്ല, ദാനധർമ്മമില്ല, സക്കാത്ത് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഇങ്ങനെ കൊടുത്ത് ജീവിക്കുക എന്നുള്ളതിൽ നിന്ന് നമ്മൾ മാറണം. നമ്മുടെ മഹല്ലെങ്കിലും മാറണം. കാരണം പ്രവാചകന്റെ വാക്ക് അങ്ങനെ തന്നെയാണ്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. കഴിയുന്നവർ, സാധ്യമാകുന്നവർ നിസ്കരിക്കാൻ സമയമെത്തിയാൽ നിസ്കരിക്കണം. സാധിക്കുന്ന ആളുകൾ ഖുർആന്റെ ആയത്താണ്, നിങ്ങൾ ബലികർമ്മം നിർവഹിക്കുക തന്നെ വേണം. സഹോദരങ്ങളെ, പ്രവാചകന്റെ ഹദീസ് മഹാനായ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് ഇമാം അൽബാനി റഹ്മഹുല്ലാ ഹസൻ എന്ന തർത്തീബിലേക്ക് പെടുത്തിയ സുപരിചിതമായ ഒരു ഹദീസ് ഉണ്ട്. ആ വിഷയാണ്, ആ ഹദീസാണ് ഈ വിഷയത്തിന്റെ മർമ്മം. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറഞ്ഞ വാക്കാണ്. നമ്മളോട് കൂടി ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് മൻ കാന ലഹു സഅ. ഒരാൾക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തു, വലം യുളഹി, അയാൾക്ക് ജീവിക്കാനുണ്ട്, കച്ചവടം ചെയ്യാനുണ്ട്, ടൂർ പോകാനുണ്ട്, കല്യാണത്തിന് പോകാൻ, സൽക്കാരത്തിന് പോകാൻ, ഡ്രസ്സ് എടുക്കാൻ, എല്ലാത്തിനും പൈസ ഉണ്ട്. അവനാന്റെ വീട്ടിലെ കോസ്മെറ്റിക് സാധനങ്ങൾ ഒന്ന് പോയിട്ട് പരിശോധിച്ചിട്ട് വില എണ്ണിയൊക്കൊണ്ടി സഹോദരിമാരെ, പെൺകുട്ടിയാളെ ആൺകുട്ടിയാളെ, എന്നിട്ട് അതിന്റെ വില ഒരു ഉളുഹിയത്തിന്റെ ഒരു ഓഹരിയേക്കാളും ഇല്ലേന്ന് നോക്കി വെക്കൊണ്ടി. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ പറഞ്ഞത്. മൻ കാന ലഹു സഅ, ഒരാൾക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തു, ഫലം യുളഹി, പക്ഷെ ബാക്കിയുള്ളതിനൊക്കെ പൈസ ഉണ്ടായി, ഇതിന് കുറെ ന്യായം പറഞ്ഞ് ഒഴിവായി. എന്താ വാക്കറിയ നബിന്റെ വാക്ക്? ഫലാ തഖറബന്ന മുസല്ലാന. അവർ പെരുന്നാക്ക് പള്ളിക്കൊക്കെ വരാതെ, പെരുന്നാക്ക് മുസല്ലയിലേക്ക് വരാതൊക്കെയാണ് നല്ലത്. കാരണം പടച്ചോൻ ഇഷ്ടപ്പെട്ടവരായി അവർ മാറിയിട്ടില്ല. വരാനുള്ള യോഗ്യത പോലും അവർ കാണിച്ചില്ല. പടച്ചോൻ കൊടുത്ത നന്മക്ക് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ ആശുപത്രിയിൽ കിടക്കുമ്പം എത്രയോ ആളുകൾ സ്വന്തം കയ്യും കാലും മുറിച്ചിട്ട് പടച്ചോനോട്, പടച്ചോനെ വേദന സഹിക്കാൻ വയ്യാന്ന് പ്രാർത്ഥിക്കുമ്പം അവനാന്റെ വീട്ടിൽ എസിയും അവനാണ് സഞ്ചരിക്കാൻ വാഹനവും അവനാണ് കഴിക്കാൻ ഭക്ഷണവും കിട്ടിയിട്ട് പിന്നെയും പടച്ചോന്റെ മുന്നിൽ നമ്മൾ അങ്ങോട്ട് പടച്ചോനെ എന്താ ഇന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ വളരെ ദുർബലമായ വാക്കുകൾ ഉച്ചരിക്കുന്ന ആൾക്കാർ അല്ല പറയാൻ, നിങ്ങൾ പെരുന്നാക്ക് മുസല്ലയിലേക്ക് വരാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പ്രവാചകൻ ഉദ്ധരിച്ച ഹദീസ് ഉണ്ട്. സഹോദരങ്ങളെ, നമ്മൾ തീരുമാനമെടുക്കാൻ തുടങ്ങുന്നുള്ളൂ. പള്ളികളിലേക്ക് നോട്ടീസുകൾ വന്ന് നമ്മൾ ഉളുഹിയത്തിനെ കുറിച്ച് പ്രഖ്യാപിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷെ തീരുമാനം ഉണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഉളുഹിയത്തിന്റെ നിയമങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയാം തുടക്കമായതുകൊണ്ട്. ഒന്ന്, നമ്മളെ മഹല്ലുകളൊക്കെ സൂക്ഷിക്കുന്നുണ്ടെന്നാലും ഇനി ഖുത്ബ പുറത്തൊക്കെ കേൾക്കുന്ന ആൾക്കാരും ചില മഹല്ലുകളൊക്കെ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്, ഉളുഹിയത്തിന്റെ നിയമത്തിൽ എല്ലാവർക്കും അറിയുന്നൊരു നിയമം പറയാം. ഒരാൾക്ക് ഒന്നിനറക്കുക, രണ്ടാൾക്ക് കൂടിയിട്ട് ഒന്നിനറക്കുക, അങ്ങനെ ഷെയർ ഇങ്ങനെ കൂടാ. ഇതൊക്കെ അള്ള വെച്ചത് അങ്ങനെയെങ്കിലും കൂടണം എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയെങ്കിലും കൂടണം. 7 ആൾക്കാർക്ക് കൂടിയിട്ട് ഒരു പശുവിനെ ഒട്ടകത്തേക്ക് ഇറക്കാം. ആടിനെ ഒറ്റാക്കൊന്നേ പറ്റുള്ളൂ, അതിൽ ഓഹരില്ല. ഇതില് 7ന്റെ അപ്പുറം വരാൻ പാടില്ല. അപ്പൊ അത് നമുക്ക് അറിയുന്ന നിയമമല്ലേ? ആണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എവിടെ വരുന്നു വെച്ചാൽ ചില മഹല്ലുകളെ പറഞ്ഞു അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തിരുത്തണം. 10,000 റുപ്യ ഓഹരി വെക്കും. എന്നിട്ടൊരു കന്നുകൾ എടുക്കാൻ വേണ്ടി പോകും. അപ്പൊ 10,000 റുപ്യ ഓഹരി വാങ്ങുകയാണെങ്കിൽ മാക്സിമം ആ കന്നിന് ഏറ്റവും കൂടിയ വില 70,000 റുപ്യന്റെ കന്നേ വാങ്ങാൻ പാടുള്ളൂ. കാരണം 7 ആൾക്ക് കൃത്യമായിട്ട് 10,000 ആകണം. അതാണ് മാക്സിമം. ബാക്കിയിൽ കുറവ് വരുമ്പം തിരിച്ചു കൊടുക്കുക, അവരോട് ബാക്കിയുള്ള പണിക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ എന്താ ചില മഹല്ലുകളിൽ ചെയ്യാറുള്ളത്, 10,000 റുപ്യ ഓഹരി വാങ്ങും. ചില കന്നിന് 55, ചില കന്നിന് 65, ചില കന്നിന് 78, അങ്ങനെ വ്യത്യസ്ത പൈസയാവും. അപ്പൊ ഈ 78 ഉണ്ടല്ലോ, 78 ഉള്ളതിന് ഒരാൾക്ക് 10 വീതം 7 ഓഹരി 70,000 റുപ്യ. ബാക്കി 8 ഏതാ? ആ 8 8ാമത്തെ ഓഹരിയാണ്. അത് തെറ്റാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം രസങ്ങളെ, നിങ്ങളെ കന്നിന് 78 അപ്പൊ നിങ്ങൾ 7 ആളും കൂടിയിട്ട് 78 തരാം. അത് ഓക്കെയാണ്.
പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണു. പല മഹല്ലുകളും ചെയ്യണത് നിശ്ചിതമായ ഒരു സംഖ്യ നിശ്ചയിച്ചിട്ട് ആ നിശ്ചയിച്ച സംഖ്യയിലേക്ക് എല്ലാം പാടെ കൂട്ടങ്ങട്ട് ഇതിത്തെ 7 കഴിഞ്ഞിട്ട് ഇപ്പൊ 78 ആണെങ്കിൽ 8 ഉണ്ടല്ലോ, ആ 8ഉം അപ്പുറത്തെ 2ഉം കൂടി എടുത്തിട്ട് അതൊരു ഓഹരിയാക്ക്. പറ്റൂല. ഒരു കന്നമ്മ മാക്സിമം 7 പറ്റുക.